ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവല്. ഞാനിന്ന് കാണിക്കുന്നത് ഒരു സി എഞ്ചിൻ, അതായത് സി എഞ്ചിൻ ക്ലാസിക്കിന്റെ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള സി എഞ്ചിൻ വണ്ടിയാണ്. ഒരു സി എഞ്ചിൻ ക്രാങ്ക് വെയിറ്റുള്ള വണ്ടിയാണ്. പിന്നെ അതേമാതിരി ഒരു യു സി ക്ലാസിക്, ഒരു ക്ലാസിക് തമ്മിൽ കമ്പേഴ്സൺ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതായത് എത്രത്തോളം സ്ലോ സ്പീഡിൽ പോകാൻ കഴിയും എന്നുള്ളത് കാര്യം നിങ്ങളെ ഓടിച്ച് കാണിച്ചു തരികയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലോ ആൻഡ് ടോർക്ക് ഇത് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ക്രാങ്ക് വെയിറ്റ് ഒന്നും എത്ര എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടി തന്നെ എത്രത്തോളം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല, ബാക്കിയുള്ള വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്രാങ്ക് വെയിറ്റിന്റെ വെയിറ്റ് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാർ 9.5 10.5 ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിന്റെ ക്രാങ്ക് വെയിറ്റിലെ വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ലോ എൻഡിൽ പോകാൻ പറ്റും എന്നുള്ളത് ഒരു സി ഐ എഞ്ചിനും ക്ലാസിക്കും തമ്മിലുള്ള കമ്പേഴ്സനാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നോക്കുക, സി ഐ എഞ്ചിനാണ്, അത് യു സി എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. എത്രത്തോളം പിന്നെ ആ റൈഡിങ് ഇതിൻ്റെ പിന്നെ എന്താ പറയുക, റൈഡിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാണ് കേട്ടോ. റൈഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സി എഞ്ചിൻ എല്ലാപ്പോഴും നമ്മൾ സി എഞ്ചിൻ സെലക്ട് ചെയ്യും ലോ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ കൂടുതലാണ് ലോ സ്പീഡിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു പിന്നെ ഒരു വികാരമാണല്ലോ സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ രണ്ടിൽ കമ്പാരിസണായിട്ട് റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നമുക്ക് ആദ്യം ക്ലാസിക് നോക്കാം കേട്ടോ. ഇപ്പോൾ ക്ലാസിക് എന്ന് പറഞ്ഞ വണ്ടി പിന്നെ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലോ സ്പീഡ് കുറഞ്ഞ വണ്ടിയാണ്. അതായത് കാണുമ്പോൾ മനസ്സിലാവും. ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറച്ച് കൂടിയ വണ്ടിയാണ്, ലോ സ്പീഡ് കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞ വണ്ടിയാണ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ. നോക്കാം കേട്ടോ, 50 സ്പീഡിലാണ് പോണത്. അപ്പോൾ അഞ്ചാമത്തെ ഗിയറിൽ 50 സ്പീഡിൽ മുകളിൽ ആയാൽ മാത്രമേ ഈ ഒരു വണ്ടി ഇടിക്കാതെ, അതായത് എൻജിൻ ഇടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം കയറ്റം കയറുകയാണ്. അപ്പോൾ കയറ്റം കയറി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി, എൻജിൻ ബ്രേക്കിംഗ് കപ്പാസിറ്റി കൂടെ നോക്കാം കേട്ടോ. അതായത് സെൽഫ് സ്റ്റാർട്ടിൻ്റെയും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെയും ആ ഒരു ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ക്ലാസിക് ആയിരിക്കും ഏറ്റവും നന്നാവുക. ഇപ്പോൾ പഴയ വണ്ടിക്കാണ്, പുതിയ മോഡൽ ഇപ്പോൾ 350 ഒക്കെ സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പഴയ മോഡലിനാണ് പറഞ്ഞിട്ടുള്ളത്, BS6 മുന്നുള്ള വണ്ടികൾക്ക്. BS4 BS3 എന്നീ വണ്ടികൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഹൈ സ്പീഡ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടുതലാണ്, ഓവർടേക്കിംഗ് കപ്പാസിറ്റിയും കുറച്ച് കൂടുതലാണ്. ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി നോക്കാം. എൻജിൻ ബ്രേക്കിംഗ് എങ്ങനെയുണ്ട് ടോപ്പ് ഗിയറിൽ ഇറങ്ങുന്ന സമയത്ത്. എൻജിൻ ബ്രേക്കിംഗ് കുറവാണ് കേട്ടോ, 50ൻ്റെ മുകളിലാണ് പോകുന്നത് വണ്ടി. വളവിൽ കുറച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്തതിലാണ് കുറച്ച് സ്ലോ ആയത്. അപ്പോൾ 50ൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. ബ്രേക്കിംഗ് കപ്പാസിറ്റി, എൻജിൻ ബ്രേക്കിംഗ് കപ്പാസിറ്റി കുറവാണ്. കുറച്ച് നിരന്ന റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ, ഇറക്കം കഴിഞ്ഞു. ടോപ്പ് ഗിയറിൽ ഒരിക്കലും നമ്മളിതൊരു 40-45 സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. 50ൻ്റെ മുകളിലെത്തിയാൽ തന്നെ ശരിക്കും ഇത് ടോപ്പ് ഗിയറിൽ വണ്ടി ഇടിക്കാതെ പോകുന്നുള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ ഗിയർ നമുക്ക് ഇടണമെങ്കിൽ തന്നെ, അഞ്ചാമത്തെ ഗിയറിലേക്ക് പോകണമെങ്കിൽ തന്നെ 50 സ്പീഡിൻ്റെ മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ 4th ഗിയറിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ 40-45 സ്പീഡിലൊന്നും ഇത് പോകാൻ പറ്റില്ല. 50ൻ്റെ ചോട ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ചില സമയത്ത് വരുന്നല്ലാതെ
അപ്പോൾ ക്ലാസിക് സെലക്ട് ചെയ്യുന്ന ഇതാണ് ഇതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. ക്ലാസിക് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, അതിന് ഡിസ്പ്ലേക്ക് ഉണ്ട്, അതിന് 2 ബെനിഫിറ്റും ഉണ്ട്. മാത്രമല്ല ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ ലോ സ്പീഡിൽ നമ്മൾ വണ്ടിയൊക്കെ പൊട്ടിച്ച് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണ് ശരിക്കും സ്റ്റാൻഡേർഡ് റെട്രോ സ്റ്റൈൽ, പൂർണ്ണമായിട്ട് റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് സുപരിചിതരായിട്ടുള്ള റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നത്. പിന്നെ ചില ആളുകൾ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു ഭാരിച്ച ചിലവ് എന്ന ഇതിലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മൾ പറയാറുള്ളത് വന്ന ആൾ ചോദിക്കുന്ന ആൾ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഭാരിച്ച ചിലവ് വരില്ലല്ലോ എന്നാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ഒരു ലോ സ്പീഡ് കപ്പാസിറ്റി കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ ആയിട്ട് പതുക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. ഇതിലെല്ലാം തന്നെ മീറ്ററിലേക്ക് നോക്കുക. ഞങ്ങൾ തിരിക്കുകയാണ്. എല്ലാ വണ്ടികളും ഒരേ ദൂരമാണ് ഓടിക്കുന്നത് കേട്ടോ. ചെറിയൊരു ഉറക്കാണ്. പെട്ടെന്ന് ഗിയർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ 50 സ്പീഡിൽ തന്നെ പറ്റുള്ളൂ. 5ാമത്തെ ഗിയർ 50 സ്പീഡ്, 4ാമത്തെ ഗിയർ 40 സ്പീഡിൽ പോകാൻ പറ്റുന്നുള്ളതാണ് എനിക്കിതിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഴയ വണ്ടി നമുക്കിത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് നോക്കാം കേട്ടോ. നമുക്ക് ശരിക്കും അതിൻ്റെ ഡിഫറൻറ്റ് മനസ്സിലാവും. അൻപതിൽ തന്നെയാണ് പോകുന്നത്. ഇനി നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യുന്ന CI എൻജിൻ്റെ സ്റ്റാൻഡേർഡ്, ക്ലാസിക്കിൻ്റെ രൂപത്തിലാക്കിയിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ടുള്ള CI എൻജിൻ സ്റ്റാൻഡേർഡാണ്. നമ്മോട് ചില ആളുകൾ കമൻറ്റ് ചെയ്യാണ്ട് ഞാൻ CI എൻജിൻ്റെ വിരോധിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. CI എൻജിൻ എന്ന വണ്ടി എന്തുകൊണ്ടും ആ ഒരു പഴയ ഒരു വണ്ടി ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് CI എൻജിൻ. അപ്പോൾ അതിൻ്റെ പുതിയ തലമുറകൾ ഒരുപാട് CI എൻജിൻ സെലക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അന്വേഷിച്ച് വരാറുണ്ട്. പക്ഷേ അവർക്ക് CI എൻജിൻ്റെ അവയർനെസ് കൊടുക്കാമെന്ന് മാത്രമേ വീഡിയോ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം കറക്റ്റായിട്ട് ഓവർ ക്രാങ്ക് വെയിറ്റ് അങ്ങ് പറ്റൂല. ഓവർ ക്രാങ്ക് വെയിറ്റ് ഇട്ട് വണ്ടിയാണെങ്കിൽ വണ്ടി നമുക്ക് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് കപ്പാസിറ്റി കുറയും. പറ്റ താഴ്ന്ന കപ്പാസിറ്റിയിലുള്ള ക്രാങ്ക് ആണെങ്കിൽ, ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഞാൻ ക്ലാസിക്കാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ആ ഒരു റോഡ് കണ്ടീഷൻ, നമ്മൾ ട്രാഫിക് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിച്ച് കൊണ്ടുപോയി വഴിക്ക് പോയി വരാനൊക്കെ നല്ലത് ക്ലാസിക്കാണ്, CI എൻജിനാണ്. മറ്റ് ചില സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ളത്. ഒരിക്കലും ഒരു CI എൻജിൻ എന്ന വണ്ടിയെ ഞാൻ ഒരിക്കലും വികയത്തി കാണുന്നില്ല. അത് നല്ലൊരു വണ്ടിയാണ്. പക്ഷേ CI എൻജിൻ എന്നുള്ള പഴയ ഉപയോഗിച്ച ആൾ നല്ല പരിചയമുള്ള ആൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം വരാറില്ല. പക്ഷേ ന്യൂജിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കണ്ടുവരും. അത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലായാലും ഉപയോഗിക്കുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിലും വരാറുണ്ട്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അലവിയിലുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ടോപ്പ് ഗിയറിൽ ഒരു 40 സ്പീഡിൽ മാത്രമേ ഇത് പോകുന്നുള്ളൂ. 40ൻ്റെ താഴോട്ട് വരുന്നില്ല. പിന്നെ കയറ്റം കയറേണ്ടതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുന്നത്. ടോപ്പ് ഗിയറിൽ തന്നെ കയറ്റം വലിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സോസ് നോട്ടാണ്. നല്ല ശബ്ദത്തോടെ മുഴക്കി പോകാൻ പറ്റും. പക്ഷേ പുതിയ വണ്ടികൾ, UC വണ്ടികൾക്കൊന്നും സൈലൻസർ മാറ്റാമെന്നുള്ള ബാൻഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. CI എൻജിനാകുമ്പം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സൈലൻസർ തന്നെ വരാത്തത് കൊണ്ട് തന്നെ കുറച്ച് ശതമാനത്തിലുള്ള സൈലൻസർ ഇട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതും ക്ലാസിക്കും തമ്മിലുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി നോക്കാം നമുക്ക് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത്, ടോപ്പ് ഗിയറിൽ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി നോക്കാം.
50 സ്പീഡിലാണ് പോണത് കേട്ടോ. ക്ലാസിക്കിനേക്കാളൊക്കെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. എഞ്ചിൻ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഉദ്ദേശിച്ച് എഞ്ചിൻ ബ്രേക്കിംഗ് ആണ്. ടോപ്പ് ഗിയറിൽ ഇറക്കുന്ന സമയത്ത് ടോപ്പ് ഗിയറിലിട്ട് ഏത് സ്പീഡിൽ പോകുന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മൾ അലോയിലിട്ട് അലോയിൽ പൊട്ടും, അങ്ങനെ ഒന്നല്ല. അലോയിലിൻ്റെ ആ ഒരു കർവ് വരുന്ന ഭാഗങ്ങളിൽ എയർ ഡിഫൻസ് കൂടുതലായതുകൊണ്ട് ലോ സ്പീഡ് ടോർക്ക് കുറയുന്നുണ്ട് വണ്ടിയിൽ. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അലോയിൽസ് എന്ന് പറഞ്ഞാൽ സ്പോക്ക് വീൽ ശരിക്കും എയർ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു എയറിൻ്റെ ഡിഫൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് വണ്ടിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യത കൂടും. അതങ്ങനെയാണ് ആ ഒരു കാര്യം സംസാരിച്ച് പല ആളും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അലോയിൽസ് ഇട്ട് അങ്ങനെയാവും ഇങ്ങനെയാവും, അത് അലോയിൽസ് ഇട്ട് പൊട്ടിപ്പോകുന്നുള്ള നമ്മൾ പറയുന്നത് ശരിക്കും കേൾക്കാത്തതുകൊണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണുള്ളത്. പഴയ CNG വണ്ടികൾക്ക് നിങ്ങൾ അലോയിൽ ഉപയോഗിക്കാതൊക്കെയാണ് നല്ലതെന്നാണ് പറയുന്നത്. CNGൻ്റെ ശരിക്കുള്ള ലോ സ്പീഡ് നമുക്ക് അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ സ്പോക്ക് വീൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ള 40 സ്പീഡാണ്. ടോപ്പ് ഗിയറിൽ 4ാമത്തെ ഗിയറിൽ 40 സ്പീഡിൽ മാത്രമേ ഈ വണ്ടി പോകുന്നുള്ളൂ. അതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് CNGനും സ്റ്റാൻഡേർഡും തമ്മിലുള്ള കമ്പേഴ്സൺ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ CNGനും പിന്നെ UC എഞ്ചിനും സ്റ്റാൻഡേർഡും തമ്മിലുള്ള കമ്പേഴ്സൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് എപ്പോഴും ലോ സ്പീഡ് കപ്പാസിറ്റിയിലെ വണ്ടി, ഹൈ സ്പീഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കാതൊക്കെയാണ് നല്ലത്. സൂപ്പർ മെറ്റിയോർസ് ബുള്ളറ്റ് സെക്ഷൻ ഉപയോഗിക്കാതൊക്കെ നല്ലത്. സൂപ്പർ മെറ്റിയോർ ഇൻ്റർസെപ്റ്റർ ഏതോ വണ്ടികൾക്ക് പോവുക ഹൈ സ്പീഡ് കപ്പാസിറ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് എന്ന ആ ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് സ്ലോ സ്പീഡ് കപ്പാസിറ്റിയാണ് ഏറ്റവും നമുക്ക് അനുഭവിച്ചറിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. യാത്ര ചെയ്യുമ്പോൾ പതുക്കെയൊക്കെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പതുക്കെയൊക്കെ പോയി യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് സ്ലോ സ്പീഡ് കപ്പാസിറ്റി കൂടിയ വണ്ടി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് സിറ്റി ഡ്രൈവിൻ്റെ ആണെങ്കിൽ കൂടെ സ്ലോ സ്പീഡ് കപ്പാസിറ്റിയിൽ വണ്ടിയുടെ ഗിയർ അടിക്കടി മാറ്റുന്ന ഒരവസ്ഥ നമുക്ക് ആവശ്യം വരില്ല. ഇപ്പോൾ ക്ലാസിക് നമുക്കൊരു ഹൈവേ ക്രൂസിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. കാരണം ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടുതലാണ്, അതേപോലെ സ്ലോ സ്പീഡ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, BS3 BS4 വണ്ടികൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ശേഷം 350 ഒക്കെ സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞ ഇത് ചെറിയൊരു ഇറക്കാണ്, ചെറിയ സ്ലോപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ നോക്കാം എത്ര ടോർക്ക് 4ാമത്തെ ഗിയറിൽ എത്രത്തോളം സ്ലോ സ്പീഡിൽ പോകുന്നുള്ളത്. 4th ഗിയറിലാണുള്ളത്. ഇപ്പോൾ 40നോട് അടുത്ത് കേട്ടോ, 40 ചോടയെന്ന് പറയാം. അത് 38 ആ റേഞ്ചിലൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനൊരു വണ്ടിയും കുറ്റപ്പെടുത്തുന്ന ഒരാളല്ല. ഞാനിതിൻ്റെ റിയലായിട്ടുള്ള ഓരോ റിവ്യൂസാണ് നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാൻ UC എഞ്ചിൻ്റെ ഒരു ഫാനും അല്ല, CNGൻ്റെ വിരോധിയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ റോയൽ എൻഫീൽഡ് സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതിൻ്റെ പോരായ്മകളാണ് ഞാൻ ഇതിലേക്ക് നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ പർപ്പസാണ്.